ആതിര, ഇന്നാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും വേർപിരിഞ്ഞ സുദിനം. വെള്ളാപ്പള്ളി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സർക്കുലറാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഉണ്ടായ മുരളീധരന്റെ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. സുകുമാരൻ നായർ ഒരു കറതീർത്ത കോൺഗ്രസ്സുകാരനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത സുകുമാരൻ നായർ ചേക്കേറാൻ പോകുന്നത് കോൺഗ്രസിനൊപ്പം ആയിരിക്കുമോ? തീർച്ചയായും അങ്ങനെ ഒരു നിലപാടാണോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ഒരു സഖ്യത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അതിന്റെ ബൗണ്ടറിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. ഒരുമിക്കുകയാണെങ്കിൽ നല്ലത്, ഒരുമിച്ചില്ലെങ്കിൽ അത് അവരുടെ കാര്യമാണ്. നമുക്ക് അതിന്റെ അകത്തേക്ക് കയറി പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അത് അവർ രാഷ്ട്രീയ കക്ഷികളല്ല, പ്രത്യേകപരമായിട്ടുള്ള മറ്റ് സംഘടനകളാണ്. അപ്പോ മുരളീധരന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു കറതീർന്ന കോൺഗ്രസ്സുകാരനാണെങ്കിൽ അപ്പോൾ വെള്ളാപ്പള്ളി ചിലപ്പോൾ BJP കാരനായിരിക്കാം. അതുകൊണ്ട് അല്ലെങ്കിൽ BJP-യിലേക്ക് വെള്ളാപ്പള്ളി പോകുമോ അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരുന്നത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന രീതിയിൽ ഒരു സഖ്യം ചേരൽ സാധ്യമാക്കാത്തത്. പിന്നെ ഒരു വശത്ത് നിന്ന് പറയുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ മകനെ വിട്ടത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന രീതികളും ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കൃത്യമായി ഇങ്ങനെ ഒരു സഖ്യം ചേരുന്ന അവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. അത് തന്നെയാണ് സുകുമാരൻ നായരുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനകത്തിൽ രാഷ്ട്രീയപരമായി വി ഡി സതീശൻ പറയുന്നത് പോലെ ഇതൊന്നും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴും പക്ഷെ അതിലും രാഷ്ട്രീയമുണ്ട്. അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഇവർ സഖ്യം ചേരുന്ന സമയത്ത് ഈ സഖ്യത്തിന്റെ വോട്ട് ഷെയർ എങ്ങോട്ടാണ്, ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രധാന ചോദ്യമാണല്ലോ. അപ്പോ സുകുമാരൻ നായർ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കുന്നത് എങ്കിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ ഒരു BJP ചായവും അതേപോലെ CPM ചായവും ഒരേപോലെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഇവരെ രണ്ടുപേർക്കും ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് ഈ പറയുന്ന വോട്ട് ഷെയർ കൊണ്ടെത്തിക്കാൻ വളരെ അധികം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന സഖ്യം ചേരൽ നടക്കാതിരുന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ ട്രോളുകൾ പറയുന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ദിവസം പത്മ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നു, തൊട്ടടുത്ത ദിവസം ഈ സഖ്യം വിടുന്നു. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് ഒരു അസൂയയുടെ, ഒരു കുശുമ്പിന്റെ, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ചോദ്യത്തിന്റെ ബാക്കിയായിരിക്കുമോ? അതിന്റെ അപ്പുറത്തേക്കും ഈ വെള്ളാപ്പള്ളിക്ക് ഈ പറയുന്ന അവാർഡ് കിട്ടിയത് പോലും BJP ആനുകൂല്യം കൊണ്ടാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത്തരം ഒരു ആനുകൂല്യത്തിന്റെ പങ്ക് പറ്റുന്ന ഒരാളുമായിട്ട് സഖ്യം ചേരുന്ന സമയത്ത് അതേ രീതിയിൽ BJP മനോഭാവം തങ്ങൾക്കും പുലർത്തേണ്ടി വരുമെന്നുള്ള പറയുന്ന ആ ഒരു ചിന്ത കൊണ്ടാണ് സഖ്യം ചേരാത്തതെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇത് രണ്ടിന്റെ ഇടയ്ക്ക് കൃത്യമായി ഇവരെന്തുകൊണ്ടാണ്, ഇതിനകത്ത് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടോ എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇതുവരെ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ സുകുമാരൻ നായർ വ്യക്തമായി പറയുന്നു, സഖ്യമില്ല, ഞങ്ങൾക്ക് സഖ്യം ചേരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരം നിലപാടുകളും വരുന്നുണ്ട്. അയാൾ കോൺഗ്രസ്സുകാരനാണ്. BJP അനുഭാവമുള്ള ഒരാളുടെ കൂടെ സഖ്യം ചേർന്നത് കൊണ്ട് ഇവർക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാവില്ല. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നിയമസഭയാണ് വരുന്നത്. അതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ടുള്ള സീറ്റുകൾ വേണം. സീറ്റ് വിഭജിക്കുന്ന സമയത്ത് ഈ രണ്ട് സംഘടനകൾ തമ്മിലും ഒരു പോരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി ഒരു സഖ്യം ചേരുന്ന സമയത്ത് ഏത് പാർട്ടിയോടൊപ്പം നിന്ന് കഴിഞ്ഞാലും ഒരു ഷെയർ മാത്രമേ ഇവർക്ക് കിട്ടത്തുള്ളൂ. ആ ഷെയർ കിട്ടുന്ന സമയത്ത് തമ്മിൽ ഭാഗിച്ചെടുക്കണ്ടേ. അതും സ്റ്റാർ മണ്ഡലങ്ങളിൽ ഇപ്പോൾ SNDP-യുടെ സ്ഥാനാർത്ഥിയെ നിർത്തോ അല്ലെങ്കിൽ NSS-നുള്ള പ്രതിനിധിയെ നിർത്തോ, അങ്ങനെ ഒരു അടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സുകുമാരൻ നായർ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നായാലും എല്ലാം കിട്ടും എന്നുള്ളൊരു രീതി ആയിരിക്കാം. ചിലരൊക്കെ ഒരു സവർണ മനോഭാവത്തോടെ ഇതിനകത്തും വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സുകുമാരൻ നായർ കൃത്യമായിട്ടൊരു സവർണ ചിന്താഗതി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരിക്കലും അയാൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അയാൾ സഖ്യം ചേരാത്തതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങളാണ് ശരിക്കും ഈ ഒരു വിഷയത്തില്. അതെ, ഇപ്പോൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഏത് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നാലും അവർ ആഗ്രഹിക്കുന്നത് അവർക്കൊരു ഉന്നമനം ഉണ്ടാകണം, അവർക്കൊരു പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഏത് പാർട്ടിയുടെ കൂടെയാണ് നിൽക്കുമ്പോഴാണ് ഇത്തരം പ്രാതിനിധ്യം കൂടുതൽ ലഭിക്കുക, എവിടെയാണ് കൂടുതൽ നേട്ടം കൊയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇപ്പൊ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന്റെ കൈപിടിച്ച് നിന്നാൽ പോലും നമുക്കറിയാം പ്രവർത്തിക്കുന്നത് BJP-ക്ക് വേണ്ടിയിട്ടാണ്. ഒരു വിഷയം ഉണ്ടാകുന്നു, അവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നു, വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കോൺഗ്രസിലേക്കും ഇടതുപക്ഷത്തേക്കും പോകേണ്ട വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട് BJP-യിലേക്ക് പോകുന്നൊരു സാഹചര്യം കൃത്യമായി നമുക്കറിയാം. വർഗീയത പറയുമ്പോൾ അവിടെ വോട്ട് വിഭജനം ഉറപ്പായും ഉണ്ടാകും. നമ്മൾ എത്ര ഇല്ല എന്ന് നമ്മൾ ന്യൂസ് മുറികളിൽ ഇരുന്ന് ചർച്ച ചെയ്താലും
ആ വോട്ട് പിന്നെ ഇപ്പൊ അവിടെ ഉണ്ടാകും. ഇത് തന്നെയാണ് ഇവരെല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി ഒരു കുബേർ കുഞ്ചിയെ പോലെയാണ് തോന്നുന്നത്. പറഞ്ഞു വരുമ്പോ CPM-നും അതുകൊണ്ട് ആ കുഞ്ചി കൊണ്ട് ലാഭമുണ്ട്, ഈ പറയുന്ന BJP-ക്ക് ലാഭമുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന എന്നാൽ ഇവർക്കൊട്ടും വേണ്ടതാനും. കോൺഗ്രസ് ആണെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ വെള്ളാപ്പള്ളി ഒന്നും അടച്ച് ആക്ഷേപിച്ച് പറയുന്നത് നമ്മൾ കണ്ടില്ല. ചേരുവാണെങ്കിൽ നല്ലത്, ചേർന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇത് രണ്ടും ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോ സുകുമാരൻ നായരുടെ സഖ്യം കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലാഭമാണ്. മൊത്തത്തിൽ ഒരു ലോട്ടറി അടിച്ച സെറ്റപ്പാണ് ഈ പറയുന്ന UDF-ന്. മൊത്തത്തിലുള്ള ഒരു ഉന്മാദ അവസ്ഥയിലാണ് നേതാക്കന്മാർ, നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് വെറുപ്പിക്കാൻ ഒരു മനസ്സൊന്നും എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കില്ല. പിന്നെ ഇത്തരത്തിലുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങളാണെങ്കിൽ സുകുമാരൻ നായർ ഒരു കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മിക്ക പ്രതിനിധികളാണെങ്കിൽ പോലും സുകുമാരൻ നായർ NSS-മായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ സർവ്വമായി പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ VD സതീഷിനോട് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത്തരം സംഘടനകളുമായിട്ട് നമുക്ക് അടുത്ത് ചേർന്ന് നിന്നേ പറ്റുള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ച് സവർണരെന്നോ അവർണരെന്നോ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം തന്നെയാണ്. അതെ. അപ്പൊ അവർ പറയുന്നുണ്ട് NSS-ന്റെ മാത്രമല്ല SNDP-യുടെ പരിപാടിക്ക് ഞങ്ങൾ പോകാറുണ്ട്, ദളിത് സംഘടനകളുടെ പരിപാടിക്ക് ഞങ്ങൾ പോകാറുണ്ട്, അതേപോലെ പട്ടികജാതി പട്ടികവർഗ ആ വിഭാഗ പരിപാടികൾക്ക് ഞങ്ങൾ പോകാറുണ്ട്, SC/ST പരിപാടികൾക്ക് പോകാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് അകത്തു നിന്നുള്ള എല്ലാ നേതാക്കന്മാരും എല്ലാ രീതിയിലുള്ള പരിപാടികൾക്കും പോകാറുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ ഒരു നിയമസഭ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ഷൻ പീരീഡ് ആണെങ്കിൽ അന്നൊരു പെരുന്നാൾ നടക്കുകയാണെങ്കിൽ പള്ളിപ്പെരുന്നാളിൽ പോകും. സുരേഷ് ഗോപി പോയിട്ടുണ്ടായിരുന്നല്ലോ, കൃത്യമായി എല്ലാ പള്ളിപ്പെരുന്നാളിലും പോയി വോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ സത്യത്തില് നമ്മൾ BJP തെറ്റിദ്ധരിച്ച ഒരു വിഷയം അതായിരുന്നു. കൃത്യമായി തൃശ്ശൂരിലുള്ള ഈ പറയുന്ന ഹൈന്ദവ വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ച് സുരേഷ് ഗോപി എന്ന് പറഞ്ഞപ്പോ ഹൈന്ദവ സ്ഥലങ്ങളിലേക്ക് അയാൾ പ്രചരണത്തിൽ വരെ കുറച്ചേ പോയിട്ടുള്ളൂ, പോയത് മൊത്തം ക്രൈസ്തവർ എടുത്തേക്കാം. എന്നിട്ട് കൃത്യമായിട്ട് ക്രൈസ്തവ വോട്ടുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അതേപോലെ ഇവരൊക്കെ കൃത്യമായി എല്ലായിടത്തേക്കും പോകുന്നുണ്ട്. പിന്നെ ആകെ പച്ചയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് നിൽക്കാത്തൊരു വിഭാഗം എന്ന് പറയുന്നത് CPM മാത്രമാണ്. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇത്തരം വോട്ടുകളില്ല, ഞങ്ങൾ ഇതിനെതിരാണ്, ഞങ്ങൾ ജാതീയത അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യില്ല. പക്ഷെ നാഴിക്ക് 40 വട്ടം ജാതീയത വിളിച്ചു പറയുകയും ചെയ്യും, വിളിച്ചു പറയാൻ ഇപ്പൊ മുഖ്യമന്ത്രി പറയില്ല, മുഖ്യമന്ത്രി മുമ്പിൽ വന്ന് പറയും ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. പക്ഷെ അപ്പുറത്തിരുന്ന് സജി ചെറിയാനോട് പറയും പറഞ്ഞോളൂ, ഇപ്പുറത്തിരുന്ന് വെള്ളാപ്പള്ളി ഒരു വശത്തൂടെ വിടും പറഞ്ഞോളൂ, നിങ്ങൾ രണ്ടുപേരും പറയൂ, എന്നിട്ട് നമുക്ക് ആ വിഭാഗത്തു നിന്നുള്ള വോട്ടുകൾ ഞങ്ങൾ രേഖപ്പെടുത്തും. എന്നിട്ട് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയം ഇല്ലാത്തവർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഉള്ളവരെ ഈ സാധാരണക്കാരുടെ ഇടയിലുള്ള വോട്ടുകൾ കൂടെ ഞങ്ങളുടെ ഇടയിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പരിശ്രമിക്കും. പിന്നെ സുകുമാരൻ നായരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്, അതിന്റെ ഒരു തെളിവാണല്ലോ ശബരിമല കൊള്ള കേസ് എന്നൊക്കെ പറയുന്നത്. പൂറ്റുമാരുമായിട്ട് കടുത്ത ബന്ധം ഉള്ള ആൾക്കാരാണ് നമ്മുടെ CPM നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള വോട്ടുകളും ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതാണ്. പണ്ടത്തെ ഈ പറയുന്ന CPM നിലപാടുകളൊക്കെ ഒരുപാട് മാറിപ്പോയി. പണ്ട് പറഞ്ഞിരുന്ന രാഷ്ട്രീയം, പണ്ട് പറഞ്ഞിരുന്ന നിലപാടുകൾ, പണ്ടുണ്ടായിരുന്ന ധാർമ്മികത, ഇതെല്ലാം ഇപ്പോൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാണുന്നില്ല. ഈ പറഞ്ഞ ചരിത്രത്തിൽ മാത്രം ഉറങ്ങുന്ന ഏടുകളായി ഇതെല്ലാം ബാക്കിയാവുകയാണ്. അന്ന് ഈ വെള്ളാപ്പള്ളി നിലമ്പൂരിൽ നിന്ന് ഒരു വർഗീയ പരാമർശം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം സംസാരിച്ചപ്പോൾ പോലും അതിനെ എതിർത്തിട്ടുണ്ടായിരുന്ന CPM നേതാക്കൾ ഇപ്പോ വായടച്ചിരിക്കുകയാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അതിന്റെയൊക്കെ ഈ പറയുന്ന പിന്നാമ്പറ വശം എന്താണെന്നുള്ളതെന്ന് നമുക്ക് കൃത്യമായി ഒരു ഇലക്ഷൻ വരുമ്പോഴാണ് ശരിക്കും ബോധ്യപ്പെടുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ഈ സംഘടനാ നേതാക്കളൊക്കെ ആരോടൊപ്പമാണോ നിൽക്കുന്നത് അവരോടൊപ്പമായിരിക്കും ഈ പറയുന്ന ഭൂരിപക്ഷ വോട്ടുകൾ പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒന്നിച്ചാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ തല്ലിപ്പിരിഞ്ഞാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളിപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല, പക്ഷേ നിങ്ങളുടെയൊക്കെ വോട്ട് ഞങ്ങൾക്ക് വേണം.